നമസ്കാരം. മീഡിയ 16 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. 4.5 പതിറ്റാണ്ടിന്റെ ഓർമ്മകൾ പങ്കിട്ട് ഊഷ്മളമായ ഒരു സുഹൃത്ത് സംഗമം. ഫൊമാക്ക 1976-79 സംഘടിപ്പിച്ച BA ഇംഗ്ലീഷ് ബാച്ചിലെ സഹപാഠികളുടെ പുനഃസമാഗമം. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ നടന്ന ഈ അപൂർവ ഒത്തുകൂടലിന്റെ ദൃശ്യാനുഭവങ്ങൾ ആസ്വദിക്കാം. എറണാകുളം ജില്ലയിൽ മലനാടിന്റെ കവാടം എന്ന പേരിൽ പ്രശസ്തിയാർജിച്ച ഗ്രാമീണ സംസ്കാരത്തിന്റെ നാടാണ് കോതമംഗലം. അതേസമയം ഈ പതിവ് വിശേഷത്തിനുമപ്പുറം സമകാലികമായി എഡ്യൂക്കേഷണൽ ഹബ്ബ് എന്ന വിളിപ്പേരോടെ അക്കാദമിക് ഭൂപടത്തിൽ കോതമംഗലം സുപ്രധാനമായ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കാണാം. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് രാജ്യാന്തര പ്രസിദ്ധിയാർജിച്ച കലാലയമായ മാർ അത്തനേഷ്യസ് കോളേജാണ് എന്ന് നിസ്സംശയം ഉറപ്പിക്കാവുന്നതാണ്. 1955 ദീർഘദർശിയായ വിദ്യാഭ്യാസ വിദഗ്ധൻ പ്രൊഫസർ MP വർഗീസിനാൽ സ്ഥാപിതമായി പതിറ്റാണ്ടുകൾ പിന്നിട്ട് ചരിത്രത്തിൽ അക്ഷരപുണ്യത്തിൻ്റെയും നവീനമായ വൈജ്ഞാനിക സംസ്കാരത്തിൻ്റെയും കയ്യൊപ്പ് ചാർത്തിയ MA കോളേജ് ഇന്ന് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഒരു ഓട്ടോണമസ് വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നു പന്തലിച്ചു കഴിഞ്ഞു. പ്രൗഢഗംഭീരവും അതിവിശാലവുമായ MA കോളേജ് ക്യാമ്പസിലൂടെ ഓരോ ചുവടുവയ്ക്കുമ്പോഴും ലോകമെമ്പാടുമായി ജീവിതത്തിൽ അതുല്യമായ വിജയനേട്ടം കൊയ്ത ആയിരക്കണക്കിന് വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തിയ ഇവിടുത്തെ മഹത്തായ ആ ഒരു വിദ്യാപാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രസാദാത്മകമായ ഊർജം നമുക്ക് അനുഭവവേദ്യമാകുന്നത് കാണാം. കേരളനാടിൻ്റെ സാംസ്കാരിക സാമൂഹ്യ പരിസരങ്ങളിൽ തീർത്തും വ്യതിരക്തത പുലർത്തുന്ന അടയാളപ്പെടുത്തലുകളായി മാറുന്നു കോതമംഗലം MA കോളേജ്. 2024 മെയ് 25 ശനി ഫൊമാക്കയെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒരു സുദിനം കൂടിയായിരുന്നു. അന്നേ ദിവസം MA കോളേജ് ക്യാമ്പസിലെ സ്റ്റുഡൻറ് സെന്ററിൽ നനുത്ത കുളിരായി പടർന്നത് 45 വർഷം മുൻപുള്ള കുറെ ഓർമ്മകളായിരുന്നു. ആ മുറിക്കുള്ളിലെ അന്തരീക്ഷത്തിൽ സുഗന്ധമായി നിറഞ്ഞത് ഇക്കാലം അത്രയും ഉള്ളിൽ സൂക്ഷിച്ച ഗൃഹാതുരത്വത്തിന്റെ മർമ്മരമായിരുന്നു. 1976-79 വർഷത്തെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബാച്ചിന്റെ റീയൂണിയൻ ആയിരുന്നു രംഗം. മുൻപ് സൂചിപ്പിച്ചതുപോലെ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസഞ്ചയത്തിന്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള ചെറുഘടകമാണ് ഫൊമാക്ക 76-79 അഥവാ ഫ്രട്ടേണിറ്റി ഓഫ് മാർ അത്തനേഷ്യസ് കോളേജ് അലൂമിനി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 1976-79 ബാച്ചിൽ ആംഗലേയ സാഹിത്യത്തിൽ ബിരുദ പഠനം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സാഹോദര്യ കൂട്ടായ്മയാകുന്നു ഫൊമാക്ക 76-79. നോക്കൂ, അത്രമേൽ മാധുര്യമേറുന്നതായിരുന്നു കാലങ്ങളായി അവർ പ്രാണനെ പോലെ വിലമതിച്ച് ചേർത്തുപിടിച്ച കലാലയ ജീവിതത്തിന്റെ ദീർഘമായ ഓർമ്മക്കൂട്ടുകൾ. ഏറെ ഇമ്പം മാറുന്ന ഈ പുനഃസമാഗമത്തിലെ ഓരോ മുഹൂർത്തങ്ങളും അപ്രകാരം സാക്ഷ്യപ്പെടുത്തുകയത്രേ. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിറപ്പകിട്ടാർന്ന സംഭവബഹുലമായ ആ വസന്തകാലം അക്ഷരാർത്ഥത്തിൽ അവിടെ പുനർജനിക്കുകയായിരുന്നു. രാവിലെ 9 തുടികൊട്ടുന്ന ഹൃദയത്തോടെ വല്ലാത്തൊരു വെമ്പലോടും കൂടിയാണ് ആ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങൾ ഇന്നും പ്രണയിക്കുന്ന മാതൃകലാലയമായ MA കോളേജിന്റെ പടി കടന്നെത്തിയത്. ബിരുദ പഠനം സാധ്യമാക്കിയ MA കോളേജ് പോലൊരു ക്യാമ്പസിന് കാരണഭൂതനാവുകയും മഹത്തായ ഒരുപറ്റം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത സമാദരണീയനായ പ്രൊഫസർ MP വർഗീസിന്റെ പ്രതിമയ്ക്ക് മുൻപിലാണ് ആദ്യം അവർ അണിചേർന്നത്. 76-79 ബാച്ചിൽ പഠിച്ച ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥി സമൂഹം പ്രൊഫസർ MP വർഗീസിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തങ്ങളുടെ ഏറെ കാത്തിരുന്ന ഒത്തുചേരലിന് ഗുരുത്വം നിറഞ്ഞ തുടക്കം സമ്മാനിച്ചു. തുടർന്ന് സ്റ്റുഡൻറ് സെന്ററിൽ കൂടിയ പഴയ കൂട്ടുകാർ പ്രഭാതത്തിന്റെ നവോന്മേഷം നുകരാൻ ചായയും കേക്കും രുചിച്ചു. പഴയ ക്ലാസ്സിലെ വനിതകൾ ആലപിച്ച പ്രാർത്ഥനാ ഗാനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം. പിന്നാലെ ഔപചാരികമായ പരിപാടികളുടെ ഏകോപനവും നിയന്ത്രണവും നിർവഹിച്ച MI പൗലോസ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് ആനയിച്ചു. ഒപ്പം തന്നെ റീയൂണിയനിൽ പങ്കെടുക്കാനെത്തിയ 26 സതീർത്ഥരെ കൃത്യമായി ക്ഷണിക്കുകയും ചെയ്തു. പിന്നീട് 34 വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിരുന്ന തങ്ങളുടെ 1976-79 ബാച്ചിൽ നിന്നും മരണം മൂലം വേർപെട്ടുപോയ 3 പേർക്ക് കണ്ണീരിൽ നനവാർന്ന ശ്രദ്ധാഞ്ജലി. അവർക്കൊപ്പം മൺമറഞ്ഞുപോയ പ്രിയങ്കരരായ അധ്യാപകരുടെ ചിത്രങ്ങളും സ്ക്രീനിൽ തെളിഞ്ഞു. ഹരിദാസ് MP യാണ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചത്. ഓർമ്മപുതുക്കൽ ചടങ്ങിൽ MA കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ അധ്യക്ഷയായിരുന്നു. അടുത്തത് IC വിൽസ് എന്ന കലാകാരന്റെ ഊഴമായിരുന്നു. ആദരണീയരായ ഗുരുനാഥന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് അധ്യാപകർക്ക് ബഹുമാനപൂർവ്വം ഗുരുവന്ദനമർപ്പിക്കുന്ന പ്രണാമം എന്ന സംഗീത ശില്പം ഈ കൂട്ടായ്മയിലെ ഓരോരുത്തരെയും അമ്പരപ്പിച്ചെന്നതാണ് സത്യം. IC വിൽസ് നടത്തിയ പ്രണാമം എന്ന കാവ്യാവിഷ്കാരത്തെ ഒറ്റവാക്കിൽ അത്യുജ്വലം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാവൂ. പ്രണാമം എന്ന അക്ഷരപൂജ ഈ റീയൂണിയനെ തികച്ചും മറക്കുവാനിടത്താക്കി മാറ്റിയ ആകർഷണശ്രീയായി എന്ന് വേണം പറയാൻ. പ്രണാമം 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 69 സംവത്സരങ്ങളായി വിദ്യതൻ പ്രഭാവത്തിൽ വാഴും
മാറത്തനേഷ്യസ് കലാശാലയിലെ മഹാരഥരാം ഗുരുഭൂതർക്ക് പ്രണാമം. തുടർന്ന് ഏറെ ബഹുമാനപൂർവ്വം ഏറ്റവും പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. പൊന്നാട ചാർത്തിയും സ്നേഹോപകാരം സമർപ്പിച്ചും അവർ തങ്ങൾക്ക് അക്ഷരവഴികൾ തെളിയിച്ച അധ്യാപകരെ ആദരിച്ചു. ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് MA കോളേജ് അസോസിയേഷൻ സെക്രട്ടറിയായ ഡോക്ടർ വിന്നി വർഗീസ് സമാഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം ഓരോ രംഗങ്ങളിലും. ഇപ്പോൾ ആദ്യം ഇവിടെ നടത്തിയത് നമ്മുടെ ഇത്തവണ ചന്ദ്രയാൻ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 55 പേര് നമ്മുടെ എൻജിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. VSSC ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ സഹിതം അവരെ ആദരിച്ചു. പിന്നീട് ഇവിടെ നിന്ന് IAS IFS അങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസിൽ കയറിയ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇനി വരുന്ന 2 പ്രോഗ്രാമുകൾ ഇവിടെ സ്പോർട്സ് ആൻഡ് ഗെയിംസിനെ പറ്റി ഡോക്ടർ മഞ്ജു പറഞ്ഞു. നമ്മൾ 2 ഒളിമ്പ്യന്മാർ സഹിതം ഏതാണ്ട് 25ഓളം ഇൻ്റർനാഷണലുകൾ ഈ കഴിഞ്ഞ 10-24 കൊല്ലം കൊണ്ട് ഈ കോളേജിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അതിൽ ഈ ഏറ്റവും അടുത്ത് നടന്ന ഏഷ്യൻ ഗെയിംസിൽ 4x400 റിലേയിൽ ഗോൾഡ് നേടിയ മെൻ ടീമിൽ നമ്മുടെ ഒരു വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി ശ്രീ അജ്മൽ ഉണ്ടായിരുന്നു. നമുക്ക് വലിയ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം നമുക്ക് ഖേലോ ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോഗ്രാമാണ്. ഖേലോ ഇന്ത്യയുടെ അത്ലറ്റിക്സ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഇന്ത്യയിൽ 10 സെൻറ്ററുകളെ കൊടുത്തുള്ളൂ. അതിലൊന്ന് മാറത്തനേഷ്യസ് കോളേജായിരുന്നു. ഈ വർഷം നമുക്ക് സ്വിമ്മിങ്ങിലും അതുപോലെ ഫുട്ബോളിലും നമ്മളെ ഖേലോ ഇന്ത്യ സെൻറ്ററുകളായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരായ കൃഷിക്കാരും മറ്റും പള്ളികളും കൂടി ആരംഭിച്ച ഈ സ്ഥാപനം ഒരുപാട് പേർക്ക്, അത് കോതമംഗലത്തും പരിസരത്തും മാത്രമല്ല കേരളത്തിൽ എമ്പാടും കുട്ടികൾക്ക് പഠിക്കാനും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും MA കോളേജിൽ നിന്ന് പഠിച്ച ആളാണെന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. നിങ്ങളിവിടെ വന്ന എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. ഒരിക്കൽ കൂടി ഞാൻ 50ാമത്തെ വാർഷികം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ നിങ്ങളുടെ എത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പ്രൊഫസർ ബേബി M വർഗീസിന്റെ മുഖ്യപ്രഭാഷണത്തിലുള്ള സ്ലോട്ടായിരുന്നു തുടർന്ന്. ഓർമ്മപുതുക്കൽ ചടങ്ങിന്റെ അധ്യക്ഷ പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യനും ഉദ്ഘാടകനായ MA കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസിനും മെമൻഡോ സമ്മാനിച്ചു. മുൻ അധ്യാപകരായ പ്രൊഫസർ രാധാമണി, ഡോക്ടർ D രാധാകൃഷ്ണൻ നായർ, പ്രൊഫസർ MA പൗലോസ്, പ്രൊഫസർ സോമി മത്തായി, MA കോളേജ് അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ KM കുര്യാക്കോസ്, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ അൽഫോൻസ CA എന്നിവരാണ് ആശംസകളുമായി വേദിയെ സമ്പന്നമാക്കിയത്. പഴയകാല ബാച്ചിലെ ക്ലാസ് ടോപ്പർമാരെ ആദരിക്കുന്ന ചടങ്ങിൽ മറിയക്കുട്ടി PS സമ്മാനം സ്വീകരിച്ചു. അടുത്ത ഘട്ടമായിരുന്നു വേനൽ മഴയായി പെയ്തിറങ്ങിയ ഓർമ്മകൾ പങ്കുവയ്ക്കൽ. സ്വന്തം തറവാട്ട് വീട്ടിലെ ഗന്ധവും ഈർപ്പവും നിറഞ്ഞ സുന്ദരമായ ഓർമ്മകൾ നിറവാർന്ന് പടർന്ന മനോഹരമായ സെഷൻ. ശശിധരൻ PK, അല്ലി എബ്രാഹിം, മേരി PM, ജോസ് ജോൺ, ജോസഫ് C, മേരി ജോർജ്, ആനി ചെറിയൻ തുടങ്ങിയവർ ആയിരുന്നു ഗതകാല സ്മരണകൾ പങ്കുവച്ചവരിൽ പ്രമുഖർ. ഏറെക്കുറെ അരനൂറ്റാണ്ടിനപ്പുറം വീണ്ടും തമ്മിൽ കണ്ട പഴയ കൂട്ടുകാർ തങ്ങളുടെ വീട്ടുവിശേഷങ്ങളും കലാലയ ജീവിതത്തിലെ സുഖമുള്ള ഓർമ്മകളും കൈമാറി. ഒപ്പം കുടുംബകാര്യങ്ങളും ഔദ്യോഗിക ജീവിതത്തിലെ വാർത്താവിശേഷങ്ങളുമെല്ലാം അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു പരസ്പരം പങ്കിടാൻ. ഒരു വേള MA കോളേജ് സ്റ്റുഡൻറ് സെന്ററിൽ വട്ടം കൂടി തൊട്ടുചേർന്നിരുന്ന ഏതാണ്ട് 65 വയസ്സിന്റെ ജീവിത സായാഹ്നത്തിലെത്തിയ അവരെല്ലാം തങ്ങളുടെ 18ന്റെ ചെറുപ്പത്തിലേക്ക് അഥവാ ബിരുദ പഠനകാലത്തെ യൗവനതീഷ്ണതയിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. തങ്ങളുടെ ഓർമ്മകളിൽ നക്ഷത്രജ്വാലയായി നിലനിൽക്കുന്ന കോളേജ് കലാലയത്തിൽ ഒരു വട്ടം കൂടി എത്തിച്ചേർന്ന അനുഭവം പലർക്കും വിവരിക്കാനാവാത്തത്ര തീവ്രമായ ഗൃഹാതുരത്വം കലർന്ന ഒന്നായി മാറി. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം,
ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. പഴയകാല പഠനകാലത്തെ നല്ലോർമ്മകൾ പങ്കുവച്ച അവസരമാണ് ഏറ്റവും വികാരനിർഭരമായ സന്ദർഭമായി റീയൂണിയനിൽ ത്രസിച്ചു നിന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഔപചാരികതയുടെ പേരിൽ ബാബുലാൽ എം എല്ലാവർക്കും നന്ദി അർപ്പിച്ചതിന് പിന്നാലെ ഒട്ടേറെ കൗതുകം നിറഞ്ഞ ഫോട്ടോ സെഷനാണ് അരങ്ങേറിയത്. ജീവിതത്തിൽ ഒരുപാട് വളർന്നുവെങ്കിലും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ ചടങ്ങിനെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരൊക്കെ വീണ്ടും പഴയ കുട്ടികളായി മാറി. വാർദ്ധക്യത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും വൈഷമ്യങ്ങളും ജീവിത സായന്തനത്തിൻ്റെ പ്രയാസങ്ങളുമൊക്കെ കുറച്ചു നേരത്തേക്ക് ചെറുപ്പത്തിന് വഴിമാറുകയായിരുന്നു. ആത്മനിർവൃതി പകർന്ന ഒരു കൂടിക്കാഴ്ചയും അനിർവചനീയമായ സ്വപ്നതുല്യമായ ഒരു അനുഭവവും എന്ന് വേണമെങ്കിൽ ആ പകലിനെ പറ്റി ചുരുക്കി പറയാം. ഇഷ്ടവിഭവങ്ങൾ ഒരുക്കിയ സ്നേഹവിരുന്നിന് ശേഷം MA കോളേജ് ക്യാമ്പസിലൂടെ മെല്ലെ നടന്ന് പുറത്ത് തങ്ങളുടെ പഴയ പതിവ് ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ ഓർത്തോർത്ത് അയവിറക്കാൻ ഒരു അപൂർവ പുനഃസമാഗമത്തിൻ്റെ അസുലഭസുന്ദരമായ മധുരവും സമാനതകളില്ലാത്ത സ്മരണകളുമാണ് അവർ ഉള്ള നിറയെ കോരി നിറച്ചു കൊണ്ടുപോയത്. ഓർമ്മകൾ, അതും വിലമതിക്കാനാവാത്ത കലാലയ ഓർമ്മകൾ. അവയുടെ ഒരു പുതിയൊരു വേർഷനിൽ നവീകരിക്കപ്പെട്ട വാഴ്വുകളുടെ നിറക്കൂട്ടുകളാൽ അവരവരുടെ മനസ്സിൽ ഒരു ഓർമ്മചിത്രം വരച്ചിട്ട അപൂർവ സംഗമം. അത് വളരെ ചിട്ടയോടും കൃത്യതയോടും ഏറ്റവും സിസ്റ്റമാറ്റിക്കായി സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കിയ ഫൊമാക്ക 76-79 സംഘാടകർക്ക് നിശ്ചയമായും അഭിമാനിക്കാം. കോവിഡ് അനന്തര കാലത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ കൂട്ടായ്മകളും മറ്റും ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ അരനൂറ്റാണ്ട് കാലം മുൻപത്തെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒത്തുചേരൽ അപൂർവ സവിശേഷതകൾ കൊണ്ട് ശ്രദ്ധേയമാകുന്നു. എക്കാലവും മറക്കാത്ത മരിക്കാത്ത ഓർമ്മകളുടെ ഇതളുകളും നെഞ്ചേറ്റി അവർ യാത്ര പറഞ്ഞു പിരിയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഉടനെ തന്നെ ഇങ്ങനെ ഒത്തുചേരണമെന്ന സ്വപ്നമായിരുന്നു ഓരോരുത്തരുടെയും ഉള്ളിൽ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.